ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ അതിലേക്ക് കോമ്പിനേഷനായിട്ട് ചിക്കൻ കടായിയുടെ റെസിപ്പിയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ് കേട്ടോ. എഗ്ഗും ചിക്കനൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചിക്കൻ കടായി നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കടായി തയ്യാറാക്കുന്നത്. 1 kg ബസുമതി റൈസും 1 kg ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ അരി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല പോലെ തിളപ്പിച്ചെടുക്കണം. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1 kg അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണിത്. 15 മിനിറ്റ് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ താഴെ കട്ട പിടിച്ച് നിൽക്കും. അതുകൊണ്ടാണ്. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് തന്നെ ഇതിലോട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ബീൻസും 1 ക്യാപ്സിക്കം, കുറച്ച് ക്യാരറ്റും, ഇതിലോട്ട് നമ്മൾ 1 സവാളയും 1 കിഴങ്ങും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 80% വെന്ത് കിട്ടിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ റൈസ് തമ്മിൽ ഒട്ടി പിടിച്ച് ആകെ കുഴഞ്ഞു പോകും. റൈസ് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു വലിയൊരു പാത്രത്തിൽ പരത്തിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ റൈസ് തയ്യാറാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് റൈസിലേക്ക് ആവശ്യമായ ചിക്കൻ്റെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. ബോൺലെസ് ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാനിലോട്ട് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യമായ ഉപ്പും 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ അടച്ചു വെക്കാതെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇപ്പോൾ നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. ഇനി കടായിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1 kg ചിക്കനിലോട്ട് ആവശ്യമായ ഉപ്പും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ചിക്കൻ്റെ കഷ്ണങ്ങളിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് റെഡ് ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ബാച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. കംപ്ലീറ്റ് ചിക്കനും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ആ പാനിലോട്ട് തന്നെയാണ് സവാളയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഓയിൽ പകുതി മാറ്റിയിട്ട് പകുതി ഓയിലിലോട്ടാണ് 5 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 പച്ചമുളക് നടുകെ കീറിയതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. സവാള നന്നായി വാടി വന്നതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ റോസ്മെൽ മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അതിനുശേഷം 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലെ സീഡൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 3 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ എന്നിട്ട് നമുക്ക് തക്കാളി വേവിച്ചെടുക്കണം. തക്കാളി കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ സോയാ സോസാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു 2.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചില സോയാ സോസിൽ നല്ലപോലെ ഉപ്പുണ്ടാവും, അപ്പോൾ അതുകൊണ്ടാണ് നോക്കിയിട്ട് ചേർക്കാൻ പറയുന്നത്. അങ്ങനെ കടായിലേക്കുള്ള ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഗ്രേവിയിലോട്ട് നമ്മൾ ഒരു 5-6 കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. ചിക്കൻ ചേർത്ത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്യാൻ. ലാസ്റ്റായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാതും ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് വാങ്ങി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി കടായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് സെറ്റാക്കി എടുക്കണം. അതിനായിട്ട് വലിയൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 6 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ സവാള ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതൊക്കെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനി ഇതിലോട്ട് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്ന് കുക്കായി കിട്ടുന്നത് കൊണ്ട് തന്നെ ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം എല്ലാ വെജിറ്റബിൾസും പാനിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ആക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കന് ഈ ഓയിലിലോട്ട് ചേർത്ത് കൊടുക്കണം. വലിയ കഷ്ണങ്ങളാണെങ്കിൽ ചെറുതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താലും മതി. ഒരു 2-3 മിനിറ്റ് ആ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2-3 മിനിറ്റ് അതിൽ വഴറ്റിയതിന് ശേഷം ഇതുപോലെ ചിക്കൻ്റെ കഷ്ണങ്ങളും വെജിറ്റബിളിൻ്റെ ഭാഗത്തേക്ക് ആക്കി കൊടുക്കണം. അതിനുശേഷം ഇതിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് നമ്മൾ ചിക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. 3 മുട്ടയും ഒരു ബൗളിലോട്ട് ചേർത്ത് അതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ സോയാ സോസ് അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എഗ്ഗ് നന്നായിട്ട് കുക്കാവുന്നത് വരെ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. എഗ്ഗ് ഇവിടെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാതും നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്യണം. ഇപ്പോൾ എല്ലാതും നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. റൈസ് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ചേർക്കേണ്ടത്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യണം. റൈസ് പൊട്ടിപ്പോവാത്ത രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം കേട്ടോ ചെയ്യാൻ. ഇതുണ്ടാക്കുമ്പോൾ നല്ല അടി കട്ടിയുള്ള പാൻ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനും കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മിക്സ്ഡ് ഫ്രൈഡ് റൈസും റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.